അപ്പോ ഹിജാബ് വിഷയത്തില് LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വി ശിവൻകുട്ടിയും SDPI പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ വർഗീയ ശക്തികളും ചേർന്ന് നടത്തിയ നാടകത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. ഹൈക്കോടതി ഇന്ന് കേസ് തീർപ്പാക്കിയിരിക്കുന്നു. അങ്ങനെ പവനായി ശവമായി. നമസ്കാരം. അപ്പോ ഹിജാബ് വിഷയം ഇന്ന് കോടതി പരിഗണിക്കുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തില് വെറും 5 മിനിറ്റുകൾ കൊണ്ട് കോടതി കേസ് തീർപ്പാക്കി കഴിഞ്ഞു. അതായത് കോടതിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ ചെയ്ത പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി നിലനിൽക്കുന്ന അവസ്ഥയിൽ ഒരു സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഉത്തരവിറക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന വി ശിവൻകുട്ടി കോടതിയെ ലക്ഷ്യം നടത്തി എന്നുള്ളതിന്റെ പേരിൽ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തേണ്ടതായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. അതിനു മുൻപ് തന്നെ തോൽക്കും എന്നുറപ്പുള്ള അവസ്ഥയില് കുട്ടിയുടെ പിതാവിനെ കൊണ്ട് തോൽവി സമ്മതിപ്പിക്കുക എന്ന് പറയുന്ന വി ശിവൻകുട്ടിയുടെയും LDF സർക്കാരിന്റെയും ഒരു ഗൂഢ അജണ്ട നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഒരു പ്രത്യേക പ്രസ്താവനയൊക്കെ നടത്തി നെഞ്ചും വിരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വി ശിവൻകുട്ടി ഒരു ഉത്തരവിറക്കി, മാത്രമല്ല കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ്, അതുകൊണ്ട് സ്കൂള് മാറുന്നതിനെ കുറിച്ച് ഞാൻ ഈ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീരവാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ പിതാവിനെ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ വക്കീല് വന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പൊ അവര് പ്രത്യേക നിലപാടിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പിന്നാക്കം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വി ശിവൻകുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അദ്ദേഹം ചെയ്തത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത്. അതായത് കോടതിയെ ലക്ഷ്യമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല CBSE പ്രൈവറ്റ് സ്കൂൾ എന്നുള്ളത്. അങ്ങനെ മറ്റുള്ളവരുടെ അധികാരത്തിൽ കൈകടത്തലാണ് അദ്ദേഹം ചെയ്തത്. അത് ഹൈക്കോടതിയിൽ വിശദമായിട്ടുള്ള കേസായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം നാണം കെടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ പിതാവിനെ SDPI എന്ന് പറയുന്ന പാർട്ടി തന്നെ കൈയൊഴിയുന്നതിന്റെ ശബ്ദരേഖകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജാമിദ ടീച്ചറിന്റെ ഒരു ചാനലിലായിരുന്നു ആ ഒരു ശബ്ദരേഖ വന്നത്. അതായത് ഫോൺ കോളിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഇനി സ്കൂളുകളിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് പള്ളുരുത്തി സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ SDPI എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് SDPI അണികൾക്ക് നൽകിയത്. മാത്രമല്ല, ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് അവർ നൽകിയത്. അത് അവർ വർഗീയവാദത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതല്ല അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ അവർ തോൽവി സമ്മതിക്കേണ്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നാണക്കേട് ഒഴിവാക്കാൻ SDPI എന്ന് പറയുന്ന പേര് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കോടതിയിലെത്തിയപ്പോ സർക്കാരും അവരുടെ സത്യവാങ്മൂലവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജനങ്ങളുടെ മുമ്പില് ചിത്രീകരിക്കപ്പെടുന്നത് ഇവര് പോരാടാൻ വേണ്ടി ഉറച്ചു വന്നിരിക്കുന്നു കോടതിയിലേക്ക് എന്നുള്ളതായിരുന്നു. അതായത് സർക്കാർ പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം അതിന് തന്നെ വില കൽപ്പിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ള രീതിയിലായിരുന്നു സർക്കാരിന്റെ സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്കൂൾ അധികൃതരുടെ സത്യവാങ്മൂലം ഉണ്ടായിരുന്നു. അതില് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ ഭീഷണിപ്പെടുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നെല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു അവരുടെ സത്യവാങ്മൂലം എന്ന് പറയുന്നത്. പക്ഷേ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയുടെ പിതാവിന്റെ അഡ്വക്കേറ്റ് നേരെ കോടതിയെ അറിയിച്ചു, പെൺകുട്ടി സ്കൂൾ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു വർഗീയ വിഷയമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് സ്വയം പിന്മാറുകയാണ് എന്നറിയിച്ചതോടു കൂടിയിട്ട് കോടതി എന്ത് പറഞ്ഞു, എന്നാൽ പിന്നെ അടുത്ത കേസിന്റെ മെറിറ്റുകളിലോട്ടൊന്നും പോവേണ്ട ആവശ്യമില്ല, മാത്രമല്ല സാഹോദര്യം പുലരട്ടെ എന്നുള്ള ഒരു പ്രസ്താവന മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കമന്റ് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിക്കും അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സിംഗിൾ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നേരത്തെ തന്നെയുണ്ട് 2018 കേസില്. അപ്പോ ആ ഒരു രീതിയിൽ അത് നാണം കെടാതെ രക്ഷപ്പെടാൻ വേണ്ടി കുട്ടിയുടെ പിതാവിനെ കരുവാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ആരും സപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. SDPI പറഞ്ഞു SDPIയുടെ പേര് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലാ സംഘടനകളുടെയും പിൻബലം ഇല്ലാതായി.
മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം കൊടുത്തിട്ടുണ്ടാവും ഈ കുട്ടിയുടെ പിതാവിന്. കാരണം സർക്കാർ തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എടുത്തു ചാടിയുള്ള ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസമില്ലാത്ത വിവേകമില്ലാത്ത തീരുമാനം എന്ന് പറയുന്നത് കാറ്റിൽ പറത്തേണ്ട അവസ്ഥ വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായതോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു കോടതിയിൽ നാടകം കളിച്ചു എന്ന് വേണം പറയാൻ. ഇനി ഈ നാടകം കളിച്ചതിന് ശേഷം വീണ്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അതായത് ഈ പറയുന്ന കുട്ടിയുടെ പിതാവിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പുറത്തു വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുക, ഇങ്ങനെ ഒരു ഉത്തരവ്, അതായത് ഈ മതത്തിന്റെ വസ്ത്രം അണിയുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ കേരളത്തിൽ ഒരു കുട്ടിക്കും വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ഉത്തരവിറക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സർക്കാരിനോട്. അതായത് ഈ ഉത്തരവിറക്കാൻ ഒരു പ്രശ്നവുമില്ല. സർക്കാർ സ്കൂളുകളിൽ എന്ത് വേണേലും ആയിക്കോ, എയ്ഡഡ് സ്കൂളുകളിൽ എന്ത് വേണേലും ആയിക്കോ. ഇവിടത്തെ വിഷയം ഒരു സ്വകാര്യ സ്കൂളാണ്, CBSE സ്കൂളാണ് എന്നുള്ളതാണ്. അത് ആദ്യം അഡ്വക്കേറ്റ് മനസ്സിലാക്കുക. ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. കാരണം രാഷ്ട്രീയക്കാര് ജനങ്ങളെ മണ്ടന്മാരാക്കാറുണ്ട്. പക്ഷേ ഈ അഡ്വക്കേറ്റിന് എന്തിന്റെ ആവശ്യമാണ് ഇതുപോലെയുള്ള ജനങ്ങളുടെ കണ്ണില് പൊടിയിടാനുള്ള പ്രസ്താവനകൾ ഇറക്കി മാധ്യമങ്ങളുടെ മുമ്പിൽ ആളാവുക എന്നുള്ളത്? ഏതായാലും കാത്തിരുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് അത് വെറുതെയായി പോയി. കാരണം പോരാട്ടങ്ങളൊന്നും നടന്നില്ല. മന്ത്രിയാണെങ്കിലും SDPI ആണെന്നുണ്ടെങ്കിലും കുട്ടിയുടെ പിതാവാണെന്നുണ്ടെങ്കിലും തോൽവി മുൻകൂട്ടി മനസ്സിലാക്കി അടിയറവ് പറഞ്ഞു.